അനുഭാവരാണ്. ബോബി ചെമ്മണ്ണൂർ ചെയർമാനായിട്ടുള്ള ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ ബിസിനസ് എന്താണെന്നും അതിൽ എങ്ങനെയാണ് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ കമ്പനിയുടെ ഒരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്കുള്ളതാണ്. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് പ്ലാനാണ് ഫിജിക്കാർട്ട്.com എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ മേഡം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു റോക്കറ്റ് കുതിച്ചുയരുന്നത് അല്ലെ. നമ്മളുടെ എല്ലാം സ്വപ്നങ്ങളിലേക്ക് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരാൻ പറ്റുന്ന മഹത്തായ ഒരു ബിസിനസിന്റെ പ്ലാനാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. നമ്മൾ രണ്ട് രീതിയിലുള്ള പർച്ചേസുകളാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെ. കടകളിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്ന രീതിയുണ്ട്, അതുപോലെ ഓൺലൈനിൽ പർച്ചേസിങ് ചെയ്യുന്ന രീതിയുണ്ട്. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിലും നമ്മൾ പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബിസിനസ് ആയിട്ട് മാറ്റാൻ പറ്റുക, അതല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുക, ആ ഒരു കൺസെപ്റ്റിന്റെ പേരാണ് ഫിജിക്കാർട്ട്.com. അങ്ങനെ നമ്മൾ പർച്ചേസിങ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അല്ലെ. കാരണം നമ്മൾ എങ്ങും ഇതിന് മുമ്പ് അങ്ങനെ ഒരു ബിസിനസ് അവസരത്തെ പറ്റി കേട്ടിട്ടില്ല. അവിടെയാണ് നമ്മൾ കാലഘട്ടത്തിന്റെ മാറ്റം മനസ്സിലാക്കേണ്ടത്. പ്രൊഫസർ ലിയോൺ മെഗിൻസിന്റെ ഒരു സാധിക്കും മാനേജ് ചേഞ്ച്. അതായത് വലിയ ബുദ്ധിമാന്മാരോ ഈ ഒരു കാലഘട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. ആരാണോ മാറ്റത്തിനനുസരിച്ച് മാറുന്നത്, മാനേജ് ചെയ്യുന്നത്, അവരാണ് ഈ കാലഘട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് മാറാത്തവർ കാലാഹരണപ്പെട്ടു പോവുകയും ചെയ്യും. നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. കേബിളുകൾ വഴി കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ടെലിഫോണുകൾ അല്ലെ, നമ്മുടെ മിക്ക വീടുകളിൽ ഉണ്ടായിരുന്ന ടെലിഫോണുകൾ ഇപ്പൊ നമുക്ക് കാണാനില്ല. അവിടെ നമ്മൾ മൊബൈൽ ഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ ആദ്യം സൂപ്പർ മാർക്കറ്റുകളിൽ പോയി പർച്ചേസിങ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും മാറിയിട്ട് ഇന്ന് നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗിലേക്ക് മാറിയിരിക്കുകയാണ്. വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ലോകം വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകളെ ക്ലബ് ചെയ്യിച്ചിട്ടാണ് ഈ ഒരു മേഖല മുമ്പോട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇ കൊമേഴ്സ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനെയും നമുക്ക് ഇ കൊമേഴ്സിൽ ഉൾപ്പെടുത്താം. ഇന്ന് ഇ കൊമേഴ്സ് ഇല്ലാത്ത ഒരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. അതുപോലെ റെഫറൽ മാർക്കറ്റിംഗ്, ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന അടുത്തൊരു മേഖലയാണ് റെഫറൽ മാർക്കറ്റിംഗ്. നമ്മൾ എന്തും റെഫർ ചെയ്യുന്നവരാണ്, മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ. ഇന്ന് അതുകൊണ്ട് ആ ഒരു മേഖലയെ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ അതൊരു സിലബസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും പ്രശ്നമല്ലാതെ ഏതൊരാൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് റെഫറൽ മാർക്കറ്റിംഗ്. 5ഓളം ട്രേഡ് യൂണിയനുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് ഡയറക്ട് സെല്ലിംഗ്. ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അടുത്തൊരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ ഡയറക്റ്റ് എത്തുന്ന ഒരു രീതി. അതുപോലെ അടുത്ത ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് സപ്ലിമെന്ററികളാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇ കൊമേഴ്സ് എന്ന്. അതിന്റെ ഒരു റവന്യൂ ആണ് നമ്മളിവിടെ നോക്കുന്നത്. 2009 $390 കോടി റവന്യൂ ആയിരുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായത്. 2016 ആയപ്പോഴേക്കും, അതായത് സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് വന്ന കാലഘട്ടത്തിലേക്ക് ഒരു $3800 കോടിയുടെ ഒരു ടേൺ ഓവറിലേക്ക് റവന്യൂയിലേക്ക് ഇത് കടന്നു. അടുത്തൊരു വർഷം 2026 ആകുമ്പോഴേക്കും ഈ ഒരു മേഖലയിലെ റവന്യൂ പ്രതീക്ഷിക്കുന്നത് ഒരു $20,000 കോടി ഗ്രോത്ത് ആണ് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ കുറച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, ഊബർ, ഒലെ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവ. അതുപോലെ അടുത്ത ഒരു ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു മേഖല അല്ലെ, ഡയറക്ട് സെല്ലിംഗ്. അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ബൂമിംഗ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇതിൽ നമുക്കൊരു ചാർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, കൺട്രി, പോപ്പുലേഷൻ ആൻഡ് ടേൺ ഓവർ. പല രാജ്യങ്ങളും അവിടുത്തെ പോപ്പുലേഷനും അവിടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗിനായിട്ടുള്ള ടേൺ ഓവറും ആണ് നമ്മളിവിടെ താരതമ്യപ്പെടുത്തുന്നത്. USA എന്ന് പറയുന്ന രാജ്യം 33 കോടി ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ അവിടെ ഈ ഒരു മേഖലയിൽ ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടാകുന്ന ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 3,37,810 കോടിയുടെ ടേൺ ഓവർ ആണ് ഉണ്ടാകുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന മലേഷ്യ, അവിടെ ഒരു 3 കോടി ജനങ്ങൾ മാത്രമാണ് ഉള്ളത്.
അവിടെ 30,550 കോടിയുടെ ടേൺ ഓവർ നടക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, അവിടെ 140 കോടി ജനങ്ങളുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നത് വെറും 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ്. പക്ഷെ ഈ കണക്ക് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇനിയും ഒരുപാട് സാധ്യതകൾ ഈ ഒരു മേഖലയിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്. കാരണം 2025 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ആണ്. 64,500 കോടിയുടെ ടേൺ ഓവർ ആണ് ഈ ഒരു മേഖലയിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വെറും 58 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് എടുക്കുന്നത്. അതിൽ തന്നെ 53% ആളുകളും ലേഡീസ് ആണെന്നുള്ളതാണ്. ഈ ഒരു മേഖല നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇപ്പൊ സിലബസ് ആയിട്ട് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഈ ഒരു മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയെ ഇപ്പോൾ സിലബസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ യൂണിവേഴ്സിറ്റികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അണ്ണാ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ, NSU ഫോർ ഫ്ലോറിഡ തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതിനെ ഇന്നിപ്പോ സിലബസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സിലാണ്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ബാങ്ക്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏതൊരു കമ്പനിക്കും ആ ഒരു കമ്പനി ആ ഒരു രാജ്യത്ത് വർക്ക് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമുണ്ട്. നമ്മുടെ കമ്പനികൾക്ക് കിട്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റ് ഗൈഡ് ലൈനുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ വലിയൊരു ഹെഡിങ് ആയിട്ട് ഈ ഒരു കമ്പനി ഇനാഗ്രേഷൻ ചെയ്യുന്നത് എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതിലൊരു പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് നടന്ന സമയത്ത് ദുബായിൽ വെച്ച് അതിന്റെ ലോഞ്ചിങ് നടന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. ഇതിൽ നമുക്ക് സാനിയ മിർസയെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. 2018 തൃശൂർ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. ഇതിൽ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ അന്ന് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി തിലോത്തമൻ സാർ ആയിരുന്നു. അദ്ദേഹത്തെയും അന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള തമന്ന ഭാട്ടിയെയും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ടെറിട്ടറി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിന്റെ മാനേജ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഫിജികാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും വളരെ അഭിമാനത്തോടു കൂടി പറയാം, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ്. നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ബോച്ചെ, ചെയർമാൻ ഓഫ് ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യാറുണ്ട്. അതുപോലെ ഏതൊരു കമ്പനിക്കും ഒരു വിഷനും മിഷനും ഉണ്ടാകും. നമ്മുടെ കമ്പനിക്കും വളരെ വ്യക്തമായ വിഷനും മിഷനും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബിസിനസ് പർച്ചേസിംഗ് ചെയ്യുന്നതിലൂടെ ഒരു കസ്റ്റമർ എന്നതിലുപരി ഒരു ബിസിനസ്സുകാരനാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 കമ്പനികളിൽ ഒന്നാവുക ഫിജികാർട്ട് എന്നുള്ളത് കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷനിൽ പെട്ടതാണ്. ഇവിടെ നമുക്ക് കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയുടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡ് ഓഫീസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസിന്റെ പിക്ചർ നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ നമ്മുടെ ലോജിസ്റ്റിക് യൂണിറ്റുകളും ഹബ്ബുകളും നമ്മുടെ സ്വന്തം വാഹനങ്ങളും നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റോറുകൾ നമുക്ക് ഇതിൽ 2 രീതിയിൽ പർച്ചേസിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫിസിക്കലായിട്ട് പ്രൊഡക്റ്റുകൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഫിജി സ്റ്റോറുകൾ വഴിയാണ്. അപ്പോൾ ഫിജി സ്റ്റോറുകളുടെ പിക്ചറുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് സ്റ്റോറുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു കമ്പനിക്ക് സ്വന്തം ബ്രാൻഡഡ് പ്രോഡക്ട്സുകൾ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ സ്വന്തം പ്രോഡക്ട്സുകളാണ് ആര്യസുക്ത, ഫിജിഗ്രി, ഡേ, ബോബീസ്, റോയൽ, ടിവോണ, ലീവെയർ, ബോബീസ് ആൻഡ് മറഡോണ, ബേബിഗ്രി, സ്വാസ്ഥ്യ, സ്ലീവ് ലൈൻ, ഒസോണ, അർബൻ സോയിൽ. ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ സ്വന്തം ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണ്. അതുപോലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് സ്വന്തം പ്രോഡക്ട്സുകളും അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡഡ് പ്രോഡക്ട്സുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാകണം. അപ്പൊ നമുക്ക് ടൈപ്പ് ഉള്ള മറ്റു ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എല്ലാ പ്രമുഖ ബ്രാൻഡഡ് പ്രോഡക്ട്സുകളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇതുവരെ കേട്ടത് കമ്പനിയുടെ പകുതി, ഒരു ഹാഫ് പോർഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഹാഫ് പോർഷനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഇതിൽ എങ്ങനെയാണ് നമ്മൾ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവ നൽകിക്കൊണ്ട് 1 ടൈം ഒരു 100 SP പർച്ചേസിംഗിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിനകത്തേക്ക് അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അതുപോലെ ഡയറക്ട് സെല്ലിംഗ് എഗ്രിമെന്റും കാണാവുന്നതാണ്.
നമ്മളിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ പ്രൊമോഷൻ ആണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് കമ്പനിയെ പ്രൊമോഷൻ ചെയ്യാം. ഓൺലൈൻ പ്രൊമോഷൻ, അതുപോലെ ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ലഭിക്കും. അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു ബിസിനസിനെ പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു ഓൺലൈൻ പ്രൊമോഷൻ ആണ്. അതുപോലെ ഫിസിക്കൽ പ്രൊമോഷൻ എല്ലാ ആഴ്ചകളിലും എല്ലാ ജില്ലകളിലും കമ്പനി ഫിസിക്കൽ പ്രൊമോഷൻസ് കമ്പനിയുടെ അറേഞ്ച് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഡയറക്റ്റ് ഫിസിക്കലായി കണ്ടുകൊണ്ട് ഈ ഒരു ബിസിനസിനെ പറ്റി അവരിലേക്ക് എത്തിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു കമ്പനിയെ പ്രൊമോഷൻ ചെയ്യാം. നമ്മളിവിടെ താരതമ്യപ്പെടുത്തുന്ന ഒരു 3 രീതിയിലുള്ള ബിസിനസ്സുകളെ പറ്റിയിട്ടാണ്. ട്രഡീഷണൽ, ഇ കോമേഴ്സ് ആൻഡ് ഡയറക്ട് സെല്ലിംഗ്. ട്രഡീഷണൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് മേഖലയിൽ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും അത് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ഇടനിലക്കാരുടെ കടന്നതിന് ശേഷമാണ് അത് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഒരു വിലയോട് കൂടിയിട്ടായിരിക്കും കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതേസമയം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു വിലക്കുറവോട് കൂടിയിട്ട്, ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കും. കാരണം അത് മാനുഫാക്ചറിൽ നിന്നും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുകയും അവിടെ നിന്ന് അത് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതേസമയം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഫിജികാർട്ട് ഇ കൊമേഴ്സിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനുഫാക്ചറുടെ കൈകളിൽ നിന്നും ഫിജികാർട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അവിടെ നിന്നും കസ്റ്റമറുടെ കൈകളിലേക്ക് അത് എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ലഭിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ലഭിക്കുന്നത് ഒരു 7 രീതിയിലുള്ള ബിസിനസ് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഓരോന്നും വ്യക്തമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. റീറ്റെയിൽ പ്രോഫിറ്റ്. ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇൻകം ആണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വൺ ടൈം പർച്ചേസിംഗിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പാർട്ട്ണർ സ്റ്റോർ ഓപ്പൺ ആകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ സ്വന്തം സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് കമ്പനി നമുക്ക് തരുന്ന ഒരു പ്രോഫിറ്റ് ആണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് 1 രൂപ മുതൽ 1000 രൂപ വരെ കിട്ടുന്ന പ്രോഡക്ട്സുകൾ ഉണ്ട്. അത് ഓരോ പ്രോഡക്ട്സുകൾക്ക് അനുസരിച്ചും വേരി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഫിജികാർട്ട് ഇ കൊമേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. നമുക്ക് കമ്പനി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ട്ണർ സ്റ്റോർ നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ 2 സൈഡിലും നമുക്ക് ഓരോ പാർട്ട്ണർ സ്റ്റോറുകൾ കൂടി കമ്പനി നൽകുന്നുണ്ട്. 2 സൈഡിലുള്ള സ്റ്റോറുകളിലും ഒരു സെയിൽസ് വോളിയത്തിന്റെ പർച്ചേസിംഗ് നടക്കുന്ന സമയത്ത് റൈറ്റിലും ലെഫ്റ്റിലും ഓരോ സെയിൽസ് വോളിയത്തിന്റെ പർച്ചേസിംഗ് അല്ലെങ്കിൽ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് 20 രൂപയാണ് കമ്പനി കമ്മീഷനായിട്ട് നൽകുന്നത്. അതേസമയം ആ സ്റ്റോറുകളിൽ 100 സെയിൽസ് വോളിയത്തിന്റെ പർച്ചേസിംഗ് ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് 2000 രൂപ കമ്മീഷനായിട്ട് കിട്ടുന്നു. അതോടൊപ്പം നമുക്ക് നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും ഒരു 500 സെയിൽസ് വോളിയത്തിന്റെ പർച്ചേസിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു 10,000 രൂപ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ലഭിക്കുന്നു. നമുക്കറിയാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് ആണ്. 2 വിങ്ങിലും അല്ലെങ്കിൽ ബിസിനസ് എപ്പോഴും ഒരുപോലെ പോയിക്കൊള്ളണം എന്നില്ല. ഒരു സൈഡിൽ 500 സെയിൽസ് വോളിയം, മറ്റേ സൈഡിൽ 1000 സെയിൽസ് വോളിയത്തിന്റെ പർച്ചേസ് ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കമ്പനി 500 മാച്ച് ആക്കിക്കൊണ്ട് 10,000 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടുകയും ബാക്കി 500 സെയിൽസ് വോളിയം അവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. എപ്പോഴാണോ നമ്മുടെ കുറഞ്ഞ സെയിൽസ് വോളിയം ഉള്ള സൈഡിൽ ഒരു സെയിൽസ് നടക്കുന്നത് ആ സമയത്ത് അത് മാച്ച് ആക്കിക്കൊണ്ട് വീണ്ടും നമുക്ക് ഇൻകം കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം ഇതിനകത്ത് അങ്ങനെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ലഭിക്കില്ല. നമുക്ക് ഇതിനൊരു സീലിംഗ് കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. ഒരു 1500 സെയിൽസ് വോളിയം മാച്ച് ആകുന്നത് വരെ നമുക്ക് ഒരു 30,000 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദിവസം 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ പ്ലാൻ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ജനറേഷൻ ബോണസ്. നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന നമ്മുടെ പാർട്ട്നേഴ്സ് വഴി അവർ 100 SVക്ക് മുകളിലുള്ള പർച്ചേസിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു 20 to 50% ഓഫ് ബിസിനസ് വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇത് സൺഫ്ലവർ മാതൃകയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. കമ്പനിയുടെ 3rd റാങ്ക് ആയിട്ടുള്ള സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രത്യേക ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫാമിലിക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഇൻകം ആണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മന്ത്ലി പെർഫോമൻസ് ബോണസ്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ 3rd റാങ്ക് ആയിട്ടുള്ള സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തിക്കഴിയുന്ന സമയത്ത് ഒരു ക്രൈറ്റീരിയ, ഒരു 300 SV എന്ന് പറയുന്ന മാച്ചിങ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഇൻകം ലഭിക്കുന്നതായിരിക്കും. അടുത്ത ആനുവൽ പ്രോഫിറ്റ്.
നമ്മൾ കമ്പനിയിൽ പാർട്ട്നേഴ്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ 11, 12, 13 റാങ്കിന് മുകളിലേക്കുള്ള എല്ലാ ലീഡേഴ്സിനും കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടുന്നുണ്ട്. അത് 0.5 to 1.5% ഓഫ് ടോട്ടൽ ബിസിനസ് വോളിയം ആണ് കിട്ടുന്നത്. അടുത്ത അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അവാർഡ്സുകളെ പറ്റി പറയുന്നതിന് മുമ്പ് റിവാർഡിനെ പറ്റി പറയാം. റിവാർഡ് വാല്യൂ പർച്ചേസ് എന്ന് പറയുന്നത് ഫിജി കാർഡ് ഏറ്റെടുക്കുന്ന ഏതൊരാളും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ആണ്. കാരണം നമ്മുടെ വീടുകളിലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് റിവാർഡ് വാല്യൂയിലൂടെ ലഭിക്കുന്നത്. അത് കമ്പനി നമുക്ക് ഒരുപാട് അവാർഡുകൾ നൽകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റൈഡർ ഫണ്ട്. കമ്പനിയുടെ 6ാമത്തെ റാങ്കായുള്ള ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് നൽകുന്നത് 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ്. അതുപോലെ കമ്പനിയുടെ 10ാമത്തെ റാങ്കായുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് നൽകുന്നത് ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ്. കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന 12ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്കൊരു പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട് അവൈലബിൾ ആക്കുന്നു. അതുപോലെ കമ്പനിയുടെ ലാസ്റ്റ് റാങ്ക് ആവുന്ന നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട് ആ റാങ്കിൽ എത്തുന്ന ലീഡേഴ്സിലേക്ക് ക്രെഡിറ്റ് ആക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ റാങ്കുകളാണ്. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റേർഡ് സ്റ്റോർ കിട്ടുന്നു. അത് നമ്മൾ പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് എത്തുന്നത്. അവിടെ നിന്നും 500 SV മാച്ച് ആയിക്കൊണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഫസ്റ്റ് റാങ്കിലേക്കും അതിനുശേഷം നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് ഒരു 10 ലക്ഷം PV മാച്ച് ആകുന്ന സമയത്ത് നമ്മൾ എത്തുന്ന നമ്മുടെ റാങ്കിങ് ക്രൈറ്റീരിയകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് തോന്നും നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്നെല്ലാം നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. കാരണം നമ്മളൊരു സാധാരണ വീട്ടമ്മയായിരിക്കാം, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, ഏജ് ഒരുപാടായിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അവിടെയാണ് നമുക്ക് കമ്പനി അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. നമുക്കൊരു ഫിജിറ്റൽ അക്കാഡമി ഉണ്ട്. ആ ഒരു അക്കാഡമി വഴി നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, ലോജിസ്റ്റിക് ഡിവിഷൻ, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ്, ലോജിസ്റ്റിക് ഡിവിഷൻ തമിഴ്നാട് തുടങ്ങിയവയുടെ അഡ്രസ്സുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാഡം ഇതിന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കമ്പനിയുടെ പ്ലാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ആദ്യമായിട്ട് കമ്പനിയുടെ പ്ലാൻ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഡൗട്ടുകൾ ഉണ്ടാകാം. അത് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം അവർക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ